ഹലോ. സോ നമുക്കിന്ന് ഈ സിമ്പിൾ ലുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡീപ്പായിട്ടുള്ള സ്കിൻ ടോൺ, അതായത് ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തോട്ട് നമുക്ക് ഈ അൺറൈസിലായിരിക്കും നമുക്ക് മോസ്റ്റ് ഓഫ് പിഗ്മെൻറ്റേഷൻ വരുന്നത്. സോ നമുക്കത് ഓറഞ്ച് കളർ കറക്റ്റ് ഇട്ട് ആ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്ത് മാത്രം ഇടും. ഓക്കെ, ദെൻ ഞാൻ ഇൻസൈഡിൻ്റെ ഈ കൺസീലർ പ്ലസ് കോണ്ടർ പാലറ്റാണ് എടുക്കുന്നത്. നമ്മുടെ ആക്ച്വൽ ഷെയ്ഡിൽ നിന്നും ഒരു ഷെയ്ഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കുക, ദെൻ അൺറൈസിൽ കൺസീൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഈ ഇൻസൈറ്റിൻ്റെ സ്കിൻ ടിൻ്റ് ആണ്. ഇത് ഭയങ്കര സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫൗണ്ടേഷനാണ്, ഇപ്പോൾ കറൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ദെൻ നമ്മളത് കുറച്ച് എമൗണ്ടായിട്ടോ നമുക്ക് ആവശ്യമുള്ള എമൗണ്ടായിട്ടോ ഇട്ട് കൊടുക്കാം. ദെൻ നമുക്കത് ഒരു സ്പഞ്ച് വെച്ചോ ബ്രഷ് വെച്ചോ അപ്ലൈ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ കൺഫ്യൂ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആയിക്കോളും. ആൻഡ് നമ്മുടെ സ്കിൻ ടു സ്കിൻ ഫിനിഷാണിത് തരുന്നത്. സോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെടാൻ കാരണം. ഒരു കേക്കി ഫിനിഷ് അല്ല, ഒരു സ്കിൻ ടു സ്കിൻ ഫിനിഷ് ആയിരിക്കും. ഒരു ലൈറ്റ് വെയ്റ്റ് ഫിനിഷാണ്, നോട്ട് ലൈക്ക് ഫുൾ കവറേജ്. ദെൻ ഞാൻ ഈ ഐ മേക്കപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ്. ദെൻ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഒരു കോളേജ് അല്ല, സിമ്പിൾ ഒരു മേക്കപ്പ് ലുക്കാണല്ലോ ചെയ്യുന്ന. ഒരു സിമ്പിളായിട്ട് പോയാൽ മതി, ഒരു ലൈക്ക് കോളേജ് ടു സ്കൂൾ അങ്ങനെയൊക്കെ ഒരു മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് വലിയ ആർഭാടമൊന്നും വേണ്ടില്ല. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ഡാർക്ക് മീഡിയം ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റാണത്. സോ നമുക്കത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് എടുക്കുക, അപ്ലൈ ചെയ്യുക. ബ്രഷ് ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ദെൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെനയുടെ കാജലാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ദെൻ ഇത് ഭയങ്കര സ്മജ് ആവുന്നുണ്ട്, ലൈക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷനാണ്, ബട്ട് ലിറ്റിൽ ബിറ്റ് സ്മജ് ആവുന്നത്. സോ കെയർഫുള്ളായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസ്കാര എടുക്കുക. എൻ്റെ ഫേവറേറ്റുള്ള മസ്കാര മാഴ്സിൻ്റെ ഈ മസ്കാരയാണ്. ഭയങ്കര വോളിയമായിട്ട് എനിക്ക് തോന്നാറുണ്ടത്, ബട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് കിടക്കാം. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡിൽ ഒരു ലിപ് കോംബോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ മാഴ്സിൻ്റെ തന്നെ ഹാർട്ട് തീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡിൽ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇറ്റ് ബെൻഡ് സോ വെൽ വിത്ത് ദാറ്റ് ലിപ് ലൈനർ ആൻഡ് ലിപ്സ്റ്റിക്. നല്ല രസമാണ് ആ ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട് പേഴ്സണലി. ദെൻ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ജീസ് ബിയർ ആണോ, ഐ ഡോണ്ട് നോ ദ പ്രൊനൗൺസിയേഷൻ കറക്റ്റ്ലി, ബട്ട് ജീസ് ബിയറിൻ്റെ ഒരു ബ്ലഷാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു മൗസി കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ് പേഴ്സണലി. സോ ഞാനതൊരു ഈ നോസിൻ്റെ ഭാഗത്തും ഈ ചീക്സിൻ്റെ അപ്പർ ഭാഗത്തുമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സോ ഇറ്റ് ഗീവ്സ് നല്ലൊരു എഫക്റ്റ്. സോ ദിസ് ദി ഫൈനൽ ഗൈസ്. ഞാൻ ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്ന മേക്കപ്പാണത്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.